PSC പോസിറ്റീവ് പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 23 നടക്കാനിരിക്കുന്ന കേരാഫെഡ് അസിസ്റ്റന്റ്, അപ്പെക്സ് സൊസൈറ്റീസ് LDC തുടങ്ങിയ എക്സാമുകളുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പഠിക്കാൻ പോകുന്നത് സിലബസിലെ 4ാമത്തെ മൊഡ്യൂളിലെ കുറച്ച് ടോപ്പിക്കുകളാണ്. അപ്പീൽ, റിവ്യൂ ആൻഡ് റിവിഷൻ, വർക്കിംഗ് ഓഫ് കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ. ട്രിബ്യൂണലിൻ്റെ അപ്പീൽ, റിവിഷൻ, റിവ്യൂ ഇതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സിലബസ് അനുസരിച്ചുള്ള ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഒരു അപ്പലേറ്റ് അതോറിറ്റിയാണ്. രജിസ്ട്രാറുടെ ഓർഡറിനും കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ അവാർഡിനും എഗെയിൻസ്റ്റ് അപ്പീൽ കൊടുക്കേണ്ടത് ട്രിബ്യൂണലിനാണ്. KCS ആക്ടിൻ്റെ സെക്ഷൻ 81 ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നത്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 81 റൂൾ 95, 96, 97 ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നത്. ട്രിബ്യൂണൽ മീൻസ് ദ കേരള കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ. ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്. ട്രിബ്യൂണലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഒരു സിംഗിൾ മെമ്പറാണുള്ളത്, ഒരേ ഒരു ജഡ്ജി മാത്രം. ദ ഗവൺമെൻറ് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ ടു എക്സസൈസ് ദ പവേഴ്സ് ആൻഡ് ഡിസ്ചാർജ് ദ ഫങ്ഷൻസ് കൺഫേർഡ് ഓൺ ദ ട്രിബ്യൂണൽ അണ്ടർ ദിസ് ആക്ട്. ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. ട്രിബ്യൂണലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഡെപ്യൂട്ടി രജിസ്ട്രാറാണ്. A person qualified for appointment as a member of the tribunal, he has been holding the post of district judge in the state. ഒരു സിംഗിൾ മെമ്പർ മാത്രമുള്ള ഒരു അപ്പലേറ്റ് അതോറിറ്റിയാണ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ഈ മെമ്പർ ഡിസ്ട്രിക്റ്റ് ജഡ്ജ് ആയിരിക്കണം. ട്രിബ്യൂണൽ ആരായിരിക്കണം? ഡിസ്ട്രിക്റ്റ് ജഡ്ജ് ആയിരിക്കണം. ദ ടേം, സാലറി ആൻഡ് അലവൻസ് ആൻഡ് അതർ കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ദ മെമ്പർ ഷാൽ ബി സച്ച് ആസ് മേ ബി ഡിസൈഡഡ് ബൈ ദ ഗവൺമെൻറ് ഫ്രം ടൈം ടു ടൈം. ട്രിബ്യൂണലിൻ്റെ സാലറി, അലവൻസ് അതുപോലെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഫിക്സ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. The government shall make rules for regulating the procedure and disposal of the business of the tribunal. CSEB എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. The ready list is prepared by. റെഡി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ട്രിബ്യൂണലിൻ്റെ സെക്രട്ടറിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ദ റെഡി ലിസ്റ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ സെക്രട്ടറി ഓഫ് ദ ട്രിബ്യൂണൽ. ട്രിബ്യൂണലിൻ്റെ സെക്രട്ടറി ആരായിരിക്കണം? ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിരിക്കണം. ദ സെക്രട്ടറി ഓഫ് ദ ട്രിബ്യൂണൽ ഷാൽ ബി ഡെപ്യൂട്ടി രജിസ്ട്രാർ. ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 82 സെക്ഷൻ 82 ഡീൽസ് വിത്ത് അപ്പീൽസ് ടു ട്രിബ്യൂണൽ. ആൻ ഓർഡർ പാസ്ഡ് ബൈ ദ ട്രിബ്യൂണൽ അണ്ടർ സെക്ഷൻ 82 സബ്സെക്ഷൻ 1 ഷാൽ ബി ഫൈനൽ. സെക്ഷൻ 82(1) പ്രകാരം ട്രിബ്യൂണൽ ഒരു ഓർഡർ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫൈനലായിരിക്കും. അതിന് മുകളിൽ ഒരു അപ്പീലില്ല, അത് തന്നെയാണ് ഫൈനൽ. അപ്പീൽ ടു ബി ഫയൽഡ് വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ. ഓർഡർ കിട്ടിക്കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിലാണ് ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കേണ്ടത്. ട്രിബ്യൂണൽ അതിന്മേലൊരു തീരുമാനമെടുത്താൽ അത് ഫൈനൽ ഡിസിഷനായിരിക്കും. ഏതൊക്കെ സർക്കംസ്റ്റാൻസിലാണ് ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, എഗെയിൻസ്റ്റ് ഓർഡർ ഓഫ് ആർബിട്രേഷൻ കോർട്ട്, ഓർഡർ ഓഫ് രജിസ്ട്രാർ, ഓർഡർ ഓഫ് ആർബിട്രേറ്റർ. ഈ 3 കേസിലും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അപ്പീൽ കൊടുക്കേണ്ടത് ട്രിബ്യൂണലിനാണ് വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഓർഡർ. The tribunal shall pass an order within 6 months with direction to communicate the copies thereof within 15 days to the parties thereof. ട്രിബ്യൂണലിന് ഇങ്ങനെ ഒരു അപ്പീലിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രിബ്യൂണൽ 6 മാസത്തിനുള്ളിൽ അതിനൊരു ഓർഡർ പുറപ്പെടുവിക്കും. ആ ഓർഡർ പുറപ്പെടുവിച്ചതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ കൺസേൺ പാർട്ടീസിനെ അറിയിക്കും. The tribunal shall pass an order within 6 months with direction to communicate the copies thereof within 15 days to the parties thereof. സെക്ഷൻ 82(1) പ്രകാരം ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കേണ്ടത് ഒരു പ്രത്യേക ഫോം നമ്പറിലാണ്. അത് ഫോം നമ്പർ 15. അപ്പീൽ മെമ്മറാണ്ടം ഓഫ് ദ ട്രിബ്യൂണൽ ഷാൽ ബി ഇൻ ഫോം നമ്പർ 15. ഇത്രയും കാര്യങ്ങളാണ് അപ്പീലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പീൽസ് ടു ട്രിബ്യൂണൽ സെക്ഷൻ 82 സബ്സെക്ഷൻ 1. ഈ സെക്ഷൻ പ്രകാരം ട്രിബ്യൂണൽ ഒരു ഓർഡർ പുറപ്പെടുവിച്ചാൽ അത് ഫൈനലായിരിക്കും.
ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കേണ്ടത് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ആർബിട്രേഷൻ കോർട്ടിൻ്റെയോ രജിസ്ട്രാറുടെയോ ആർബിട്രേറ്ററിൻ്റെയോ ഓർഡർ കിട്ടിക്കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിലാണ് ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കേണ്ടത്. ട്രിബ്യൂണൽ 6 മാസത്തിനുള്ളിൽ അതിനൊരു തീരുമാനമെടുക്കും. അതിനുശേഷം 15 ദിവസത്തിനുള്ളിൽ കൺസേൺ പാർട്ടീസിനെ അറിയിക്കും. ഫോം നമ്പർ 15 ട്രിബ്യൂണലിൻ്റെ അപ്പീലിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അടുത്തത് റിവ്യൂ ഓഫ് ഓർഡേഴ്സ് ബൈ ട്രിബ്യൂണലാണ്. ട്രിബ്യൂണലിൻ്റെ ഓർഡറിൻ്റെ പുനഃപരിശോധന, അത് സെക്ഷൻ 85 പറയുന്നത്. ദ ട്രിബ്യൂണൽ മേ എയ്തർ ഓൺ ആപ്ലിക്കേഷൻ ഓഫ് ദ രജിസ്ട്രാർ ഓർ ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് എനി പാർട്ടി ഇൻട്രസ്റ്റഡ് റിവ്യൂ ഇറ്റ്സ് ഓൺ ഓർഡർ ഇൻ എനി കേസ് ആൻഡ് പാസ് ഇൻ റെഫറൻസ് thereto such order as it thinks fit. An application for review under section 85 shall be made within 90 days from the date of communication of the order of the tribunal. ട്രിബ്യൂണലിൻ്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിലാണ് ഈ റിവ്യൂവിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതൊരു പ്രത്യേക ഫോം നമ്പറിലാണ് കൊടുക്കേണ്ടത്, ഫോം നമ്പർ 16. ട്രിബ്യൂണലിൻ്റെ റിവ്യൂവിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 16. ട്രിബ്യൂണൽ ഇഷ്യൂ ചെയ്ത ഓർഡർ ട്രിബ്യൂണൽ തന്നെ ഒന്നുകൂടി പരിശോധിക്കുന്നതിനാണ് റിവ്യൂ എന്ന് പറയുന്നത്. സെക്ഷൻ 85 പറയുന്നത് റിവ്യൂ ഓഫ് ഓർഡേഴ്സ് ബൈ ട്രിബ്യൂണൽ. ഇത് ട്രിബ്യൂണലിൻ്റെ തീരുമാനം ഓർഡർ വന്നതിന് 90 ദിവസത്തിനുള്ളിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 16. ട്രിബ്യൂണലിൻ്റെ റിവ്യൂവിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 16. നേരത്തെ പറഞ്ഞു ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കേണ്ടത് ഫോം നമ്പർ 15. അടുത്തത് റിവിഷനാണ്. റിവിഷൻ ബൈ ട്രിബ്യൂണൽ ഇത് പറയുന്നത് സെക്ഷൻ 84 സെക്ഷൻ 84 ഡീൽസ് വിത്ത് റിവിഷൻ ബൈ ട്രിബ്യൂണൽ. അപ്പീലും അല്ലെങ്കിൽ റിവ്യൂവും ഇത് രണ്ടും അല്ലാത്ത കേസാണ് റിവിഷനിൽ വരുന്നത്. റിവിഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 17. രജിസ്ട്രാർ അല്ലെങ്കിൽ ആർബിട്രേഷൻ കോർട്ട് എടുത്ത തീരുമാനം ശരി തന്നെയാണോ എന്ന് ട്രിബ്യൂണൽ പരിശോധിക്കുന്നു. ഇവിടെ ട്രിബ്യൂണൽ പുതിയ വിധി കൊടുക്കുന്നില്ല, പരിശോധിക്കുന്ന മാത്രമാണ് ചെയ്യുന്നത്. അതാണ് റിവിഷൻ ബൈ ട്രിബ്യൂണൽ പറയുന്നത് സെക്ഷൻ 84. ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കേണ്ടത് രജിസ്ട്രാറുടെയോ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെയോ വിധി വന്നു കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിലാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇങ്ങനെ 60 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റാതെയാവുകയോ അല്ലെങ്കിൽ ട്രിബ്യൂണലിൻ്റെ അപ്പീലിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടും ട്രിബ്യൂണലിൻ്റെ വിധി വരാൻ കാലതാമസം ഉണ്ടാവുകയോ ചെയ്യുന്ന കേസിലാണ് ഈ റിവിഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഇതാണ് ട്രിബ്യൂണലിൻ്റെ അപ്പീൽ, റിവ്യൂ ആൻഡ് റിവിഷൻ. ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുകയാണെങ്കിൽ ട്രിബ്യൂണൽ ആ അപ്പീലിൻ്റെ ആപ്ലിക്കേഷൻ പരിശോധിച്ചതിന് ശേഷം ഒരു ഫൈനൽ ഓർഡർ ഇറക്കും. എന്നാൽ റിവിഷൻ്റെ കേസിൽ ട്രിബ്യൂണൽ രജിസ്ട്രാറുടെയോ ആർബിട്രേഷൻ കോർട്ടിൻ്റെയോ തീരുമാനം ശരിയാണോ എന്ന് പരിശോധിക്കുകയും ശരിയല്ലെങ്കിൽ പുതിയ വിധി ഇറക്കാൻ ഉത്തരവിടുകയും ചെയ്യുന്നു. റിവ്യൂ എന്ന് പറയുന്നത് ട്രിബ്യൂണലിൻ്റെ തന്നെ ഓർഡർ ഒരു പുനഃപരിശോധന നടത്തുന്നതാണ്. സെക്ഷൻ 86 ട്രിബ്യൂണലിൻ്റെ ഇൻ്റർലോക്കട്ടറി ഓർഡറിനെ കുറിച്ച് പറയുന്നു, അത് നോക്കാം. സെക്ഷൻ 86 ഡീൽസ് വിത്ത് ഇൻ്റർലോക്കട്ടറി ഓർഡർ ബൈ ട്രിബ്യൂണൽ. രജിസ്ട്രാറുടെയോ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെയോ തീരുമാനം ട്രിബ്യൂണൽ പരിശോധിക്കുകയും വിധിയിൽ തെറ്റ് തോന്നിയാൽ ഒരു ഇൻ്റർലോക്കട്ടറി ഓർഡർ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി രജിസ്ട്രാറുടെയോ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെയോ അവാർഡ് എന്താവുന്നു, സ്റ്റേ ആവുകയാണ്. പിന്നീട് അതിന് വാലിഡിറ്റി ഇല്ല. ഇങ്ങനൊരു ഓർഡർ ഇടുന്നതിനെയാണ് ഇൻ്റർലോക്കട്ടറി ഓർഡർ എന്ന് പറയുന്നത്. ഇൻ്റർലോക്കട്ടറി ഓർഡർ ബൈ ട്രിബ്യൂണൽ ഡീൽസ് സെക്ഷൻ 86. ഇൻ്റർലോക്കട്ടറി ഓർഡർ ബൈ ട്രിബ്യൂണൽ ഷാൽ ബി ഇൻ ഫോം നമ്പർ 18. ഫോം നമ്പർ 18 ഇൻ്റർലോക്കട്ടറി ഓർഡർ വരുന്നത്. ഫോം നമ്പർ 15 എന്താണ്, ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുന്നതാണ്. ഫോം നമ്പർ 16 ട്രിബ്യൂണലിന് റിവ്യൂവിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ്. ഫോം നമ്പർ 17 റിവിഷൻ ഓഫ് ട്രിബ്യൂണലിൻ്റെ ആപ്ലിക്കേഷനാണ്. ഫോം നമ്പർ 18 ഇൻ്റർലോക്കട്ടറി ഓർഡർ. ട്രിബ്യൂണലിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് ഫീസ് ഉണ്ട്. ഫീ ഫോർ അപ്പീൽസ് ഫോർ മോണിറ്ററി ഡിസ്പ്യൂട്ട്. മോണിറ്ററി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് അപ്പീൽ കൊടുക്കുന്നതിൻ്റെ ഫീസ് 5% ക്ലെയിം ചെയ്ത് കിട്ടേണ്ട തുകയുടെ 5%. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ മിനിമം 200 രൂപ. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ മാക്സിമം 2000 രൂപ. ഇലക്ഷൻ ഡിസ്പ്യൂട്ട് അത് നോൺ മോണിറ്ററി ആണ്. ഇലക്ഷൻ ഡിസ്പ്യൂട്ടിൻ്റെ അപ്പീലിന് കൊടുക്കേണ്ട ഫീസ് 2000 രൂപ.
ഇലക്ഷൻ ഡിസ്പ്യൂട്ട് അല്ലാതെയുള്ള മറ്റ് ഡിസ്പ്യൂട്ടിൻ്റെ ഫീസ് 500 രൂപ. ഫീസ് ഫോർ അപ്പീൽ റിലേറ്റഡ് ടു അതർ ഡിസ്പ്യൂട്ട് അതർ ദാൻ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് 500. ഫീ ഫോർ റിവിഷൻ അണ്ടർ സെക്ഷൻ 84 ആൻഡ് റിവ്യൂ അണ്ടർ സെക്ഷൻ 85 ₹250. ട്രിബ്യൂണലിനുള്ള സെക്ഷൻ 84 പ്രകാരമുള്ള റിവിഷനും സെക്ഷൻ 85 പ്രകാരമുള്ള റിവ്യൂവിനും കൊടുക്കേണ്ട ഫീസ് 250 രൂപയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മോണിറ്ററി ഡിസ്പ്യൂട്ടിനും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിനും രജിസ്ട്രാർക്കും കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനുമായി കൊടുക്കേണ്ട ഫീസ് നമ്മൾ പഠിച്ചു. ഇത് രണ്ടും കൂടി കൺഫ്യൂഷൻ ആവരുത്, കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാം. സെക്ഷൻ 81, 82, 84, 85, 86 ഇത്രയും സെക്ഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. സെക്ഷൻ 83 പറയുന്നത് അപ്പീൽസ് ടു അതർ അതോറിറ്റീസ് ആണ്. അതർ അതോറിറ്റീസ് എന്ന് വെച്ചാൽ ഗവൺമെൻറ്റോ രജിസ്ട്രാറോ. ട്രിബ്യൂണലിന് കൊടുക്കേണ്ട അപ്പീല്, റിവിഷൻ, റിവ്യൂ, ഇൻ്റർലോക്കറ്ററി ഓർഡേഴ്സ് ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഗവൺമെൻറ്റിനോ രജിസ്ട്രാർക്കോ കൊടുക്കുന്ന അപ്പീലിനെ കുറിച്ച് സെക്ഷൻ 83 പറയുന്നു. An appeal shall lie under this section against an order of the registrar under section 7 subsection 2 refusing to register a society. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ, റിഫ്യൂസ് ചെയ്തത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആണെങ്കിൽ മുകളിലുള്ള ജോയിൻറ്റ് രജിസ്ട്രാർക്കാണ് അപ്പീൽ കൊടുക്കേണ്ടത്. എന്നാൽ RCS ആണ് റിഫ്യൂസ് ചെയ്തതെങ്കിൽ ഗവൺമെൻറ്റിനാണ് അപ്പീൽ കൊടുക്കേണ്ടത്. അത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തേത് an order of the registrar made under section 12 refusing to register an amendment of the bylaw of the society. സൊസൈറ്റിയുടെ ബൈലോ അമെൻമെൻറ്റ് റിഫ്യൂസ് ചെയ്താലും ഇതേപോലെ തന്നെയാണ് രജിസ്ട്രാർക്കോ ഗവൺമെൻറ്റിനോ ആണ് അപ്പീൽ കൊടുക്കേണ്ടത്. A decision of a society refusing to admit any person as a member of the society or expelling any member of the society. ഒരു മെമ്പറിനെ എക്സ്പെൽ ചെയ്തതിന് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മെമ്പർക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് നിരസിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അപ്പീൽ കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിനോ രജിസ്ട്രാർക്കോ ആണ്. An order made by the registrar under section 71 directing the winding up of a society. വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ട് അപ്പീൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് രജിസ്ട്രാർക്കോ ഗവൺമെൻറ്റിനോ ആണ് കൊടുക്കേണ്ടത്. Any order made by the liquidator of a society in exercise of the power conferred on him by section 73. അടുത്ത കേസ് any order made under section 76. An order made by any person exercising all or any of the powers of the registrar. ഈ കേസുകളിലൊക്കെ രജിസ്ട്രാർക്കോ ഗവൺമെൻറ്റിനോ ആണ് അപ്പീൽ കൊടുക്കാൻ കഴിയുക. അത് വിത്തിൻ 60 days ആണ്, 60 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. ഇതാണ് അപ്പീൽസ് ടു അതർ അതോറിറ്റീസ് എന്ന 83ാമത്തെ സെക്ഷനിൽ പറയുന്നത്. രജിസ്ട്രാർക്കോ ഗവൺമെൻറ്റിനോ അപ്പീൽ കൊടുക്കുന്നത് അതിനും ഫീസ് ഉണ്ട്. ആപ്ലിക്കൻ്റ് ഒരു സൊസൈറ്റിയിലെ എംപ്ലോയി ആണ് എങ്കിൽ അപ്പീൽ കൊടുക്കുന്നതിന് 2000 രൂപയാണ് ഫീസ്. ആപ്ലിക്കൻ്റ് സൊസൈറ്റിയിലെ മെമ്പർ ആണ് എങ്കിൽ അപ്പീൽ കൊടുക്കുന്നതിന് 5000 റുപ്പീസാണ് ഫീസ്. ഇനി റിവിഷനാണ് കൊടുക്കുന്നതെങ്കിൽ റിവിഷൻ ടു ഗവൺമെൻറ് ആൻഡ് രജിസ്ട്രാർ, ആപ്ലിക്കൻ്റ് എംപ്ലോയി ആണെങ്കിൽ 1000 രൂപ, ആപ്ലിക്കൻ്റ് മെമ്പർ ആണെങ്കിൽ 5000 റുപ്പീസ്. ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ട്രിബ്യൂണലിൻ്റെ അപ്പീൽ, റിവിഷൻ, റിവ്യൂ, അപ്പീൽസ് ടു അതർ അതോറിറ്റീസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്